ഉഹദ് യുദ്ധം നടക്കാൻ പോകുന്ന സന്ദർഭത്തിലെ സഫായിട്ട് ജനങ്ങൾ അണിനിരന്നങ്ങോട്ട് നിൽക്കുന്ന സന്ദർഭമതാ പുണ്യപ്രവാചകൻ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്ന് നോക്കുന്നു. സഫുകൾ കറക്റ്റാണോ, ക്ലിയർ ആയിട്ടുണ്ടോ എന്ന് നോക്കുന്നു. സഫ് കറക്റ്റ് ചെയ്യാത്തവരെ പുണ്യപ്രവാചകന്റെ കയ്യിരിക്കുന്ന വടി കൊണ്ട് ഒന്ന് ശരീരത്തിൽ തട്ടിയിട്ട് സഫൊന്ന് നേരെയാക്കാൻ പ്രഖ്യാപിക്കുകയാണ്. ആ സന്ദർഭത്തിൽ സവാദ് റളിയല്ലാഹു തആല അൻഹു എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹാബി, ആ സഹാബിയുടെ അടുക്കലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു ചെന്നു. സവാദിന്റെ അടുക്കലേക്ക് ചെന്നിട്ട് പുണ്യപ്രവാചകന്റെ കയ്യിലിരുന്ന വടി കൊണ്ടൊന്ന് സവാദിന്റെ പിറത്തേക്ക് തട്ടിയിട്ട് പറഞ്ഞു, ഇത്തബിയാ സവാദ്, സഫ് കറക്റ്റ് ചെയ്ത് നിൽക്കാൻ പറഞ്ഞു. അങ്ങനെ സഫൊക്കെ കറക്റ്റ് ചെയ്ത് നിൽക്കുന്നു. സവാദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, യാ റസൂലല്ലാഹ്, അങ്ങയുടെ കയ്യിലിരുന്ന വടി കൊണ്ട് എന്റെ ശരീരത്തിൽ അങ്ങ് തട്ടി നബിയേ. ഔജഅ്തനി യാ റസൂലല്ലാഹ് വഖദ് ബഅസകല്ലാഹു ബിൽ ഹഖ് വൽ അദ്ൽ നബിയേ. അല്ലാഹു അങ്ങയെ നീതിയുടെ നിറകുടമായി അയച്ച പ്രവാചകനാണല്ലോ. അങ്ങയുടെ കയ്യിലിരുന്ന ഈത്തപ്പന മരത്തിന്റെ വടി കൊണ്ട് എന്റെ ശരീരത്തിലങ്ങ് തട്ടിയപ്പോൾ എനിക്ക് വേദനിച്ച് റസൂലല്ലാഹ്, അങ്ങനെ വേദനിപ്പിച്ച് നബിയേ. പുണ്യപ്രവാചകനോട് ഉഹദിന്റെ യുദ്ധത്തിൽ വെച്ചുകൊണ്ട് സവാദ് റളിയല്ലാഹു തആല അൻഹു അങ്ങോട്ട് പറയുമ്പോൾ നീതിയുടെ നിറകുടമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഓ സവാദേ, നിന്നെ ഞാൻ എന്റെ കയ്യിലിരുന്ന വടി കൊണ്ട് കുത്തിയതുപോലെ എന്നെ നീയും കുത്തണം സവാദ്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, എന്നെ നീ തിരിച്ചു കുത്തണം. ഞാൻ സഫ് നേരെയാക്കി നിർത്താൻ നിന്നോട് പ്രഖ്യാപിച്ചപ്പോൾ നിനക്കത് വേദനിച്ചു പോയെങ്കിൽ എന്നെ നീ തിരിച്ചു കുത്തണം സവാദേ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ സവാദ് റളിയല്ലാഹു അൻഹു പറയുന്നു, യാ റസൂലല്ലാഹ്, അങ്ങന്റെ വയറ്റിലേക്ക് കുത്തുമ്പോൾ ഉടുപ്പില്ലായിരുന്ന നബിയേ. ഉടുപ്പ് വാങ്ങാൻ കാശില്ലാതെ യുദ്ധക്കളത്തിലേക്ക് വന്ന സഹാബിയാണ് സവാദ് റളിയല്ലാഹു അൻഹു. ഒരു ഉടുപ്പ് വാങ്ങാൻ കാശില്ലാതെ വന്ന ഈ സവാദിന്റെ ശരീരത്തിലാണങ്ങ് കുത്തിയത് നബിയെ. അതുകൊണ്ട് ഈ വടി കൊണ്ട് അങ്ങയെ കുത്താനങ്ങ് കമീസൊന്ന് മാറ്റിത്തരണം റസൂലല്ലാഹ്. പുണ്യപ്രവാചകൻ അറപ്പ് കൂടാതെ ഇട്ടിരുന്ന കമീസൂരി മാറ്റുന്നു സവാദേ. നിന്റെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ ഞാനതാ കമീസൂരി മാറ്റുന്നു. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറയുന്നു, സവാദേ, പുണ്യപ്രവാചകനോട് നീ പ്രതികാരം ചോദിക്കരുത്. നീ എന്റെ ശരീരത്തിലേക്കൊന്നല്ല നിനക്ക് ഇഷ്ടപ്പെട്ട പ്രാവശ്യം നീ കുത്തിക്കോ. ധീരനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഒന്നുകൊണ്ട് പറയുന്നു, ഓ സവാദേ, നീ പുണ്യപ്രവാചകനോട് പ്രതികാരം ചോദിക്കരുത്, നീ എന്നെ കുത്തിക്കോ എന്ന് പറയുമ്പോൾ അല്ല, റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, സിദ്ദീഖേ, ഉമറേ, മാറി നിൽക്കൂ. ഞാൻ എന്റെ കയ്യിലിരുന്ന കമ്പ് കൊണ്ടാണ് സവാദിനെ കുത്തിയതെങ്കിൽ നാളെ മഹിശറയിൽ അല്ലാഹുവിന്റെ കോടതിയിൽ സവാദ് എന്നെ പിടിച്ചു നിർത്തരുത്. ആ സവാദിന്റെ ശരീരത്തിൽ കുത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കമീസ് മാറ്റിയിട്ട് സവാദിന്റെ മുന്നിലേക്ക് ചെന്ന് നിന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൂറുകണക്കിന് സഹാബികൾ അത്ഭുതപരിതന്ത്രരായി നോക്കി നിൽക്കുമ്പോൾ സവാദ് റളിയല്ലാഹു തആല കമ്പുമായിട്ട് കുത്താൻ വരുമ്പോൾ ആ കമ്പ് ദൂരേക്ക് അങ്ങ് വലിച്ചെറിഞ്ഞിട്ട് ഒരു കൊച്ചുകുട്ടിയെ പോലെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പുണ്യപ്രവാചകനെ ആലിംഗനം ചെയ്ത് കെട്ടിപ്പിടിച്ചുകൊണ്ട് റസൂലുള്ളാഹിന്റെ വയറ്റിൽ തുരുതുരാ ചുംബനങ്ങൾ അർപ്പിച്ച മഹാനായ സവാദ് റളിയല്ലാഹു തആല അൻഹു. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, യാ സവാദ്, മാഹിൽ മുകാലഹാദാ, എന്തിനാണ് നീ ഈ സാഹസത്തിന് മുതിരത്? നിന്നെ ഇതിനെ പ്രേരിപ്പിച്ച വസ്തു എന്തോ എന്നാണ് സവാദേ എന്ന് ചോദിക്കുമ്പോൾ, യാ റസൂലല്ലാഹ്, അറത്തു അന്നകൂന ആഖിറൽ ലഹദി ബിക അമ്മ യമസ്സ ജിൽദി ജിൽദക യാ റസൂലല്ലാഹ്. എന്റെ അവസാനത്തെ ആഗ്രഹമാണ് നബിയേ, എന്റെ
ശരീരം അങ്ങയുടെ ശരീരത്തിനോടൊന്ന് സ്പർശിക്കണമെന്ന് അതിനുവേണ്ടി ഞാൻ അങ്ങയുടെ കമീസൂരാൻ പറഞ്ഞതാണ് നബിയെ. യാ റസൂലല്ലാഹ്, അങ്ങേ ആരെങ്കിലും കുത്തുമോ നബിയെ? അങ്ങയോട് ആരെങ്കിലും പ്രതികാരം ചോദിക്കുമോ റസൂലല്ലാഹ്? ആ പുണ്യ സഹാബാക്കളുടെ അവസ്ഥ എന്താ? പുണ്യ റസൂലിനെ നിഴൽ പോലെ പിന്തുടർന്ന സഹാബാക്കള് പോലും ആ റസൂലുള്ളാഹി തങ്ങളുടെ ഉദരത്തിലൊന്ന് മുത്താൻ, ആ റസൂലുള്ളാഹിന്റെ ശരീരമൊന്ന് കെട്ടിപ്പിടിക്കാൻ, ആ റസൂലുള്ളാഹിനെ കണ്ടിട്ടും കണ്ടു തീരാത്ത കൊതി തീരാത്ത സഹാബത്ത് അവരൊക്കെ എവിടെയാണ്? അവരാരാണ്? ചേതനയേറ്റ ശരീരമായിട്ട് പുണ്യപ്രവാചകൻ കിടക്കുന്ന സന്ദർഭത്തില് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു